പാട്ട് കേട്ടു, കവിത കേട്ടു. ഇനി നമുക്ക് അല്പം ചിരിക്കാൻ റെഡിയാണോ? Are you ready to laugh? Yes. നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാനോട് പറയാം, ഞാനൊരു സീരിയലിൽ അഭിനയിച്ചു, സൂര്യ ടിവിയിലെ കന്യാദാന സീരിയലിൽ അഭിനയിച്ചു, 2-3 സിനിമകൾ ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു. ഓണം കഴിഞ്ഞിട്ട് റിലീസാവുന്ന അംഗം അട്ടഹാസം എന്ന മൂവിയിൽ നല്ല റോള് ചെയ്തു. എന്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരും തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് എല്ലാ സപ്പോർട്ടും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ നാടകത്തിൽ അഭിനയിച്ചു. അതെ, ക്ലബ് സെക്രട്ടറി സംവിധാനം ചെയ്ത നാടകത്തിൽ ഒരു റോള് അഭിനയിക്കാൻ പറ്റി. അപ്പൊ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്തായിരിക്കും? എനിക്ക് അനുകരണം. കറക്റ്റ്. സിനിമാ നടന്മാരെ ശബ്ദാനുകരണവും ഫിഗറും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ എന്റെ ഈ സൗണ്ട് വെച്ച് എനിക്ക് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ ഇവരെ ആരെയും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന ഇത്രയും സൗണ്ടുകൾ ഞാൻ എടുക്കാം. മലയാള സിനിമ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണ്? പ്രേം നസീർ. പ്രശ്നവനെയാണ്. ഞാൻ സ്റ്റാർ ആയില്ല. പ്രേം നസീർ. അതെ, പ്രേം നസീറിന്റെ സൗണ്ട് അതെടുക്കാൻ ശ്രമിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലാണ് ലാസ്റ്റ് പ്രോഗ്രാം ചെയ്തത്. അപ്പൊ എന്റെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ എനിക്കൊരു നാണക്കേടില്ല കേട്ടോ. നല്ല തുൽക്കെട്ടിയാണ്. ശരിയായാലും ഇല്ലെങ്കിൽ കൈയടിക്കണം. പ്രേം നസീറിന്റെ സൗണ്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും 1000 ഓണാശംസകൾ. വിഷു ഹാപ്പി ഓണം. പ്രേം നസീർ വന്ന ഉറപ്പായിട്ടും ആര് വേണം? ജയം വേണം. സത്യൻ മാഷ്. കൊച്ചുകുട്ടിയൊക്കെ അറിയുമെന്നറിയില്ല. സത്യൻ മാഷ് എന്ന് പറഞ്ഞ അനശ്വരനായ നടനുണ്ടായിരുന്നു. സത്യൻ മാഷിന്റെ ശബ്ദം അനുകരിക്കാൻ നോക്കുക. മോനെ, നീ തിരക്കിലാണോടാ? ഇൻസ്റ്റാഗ്രാമോ? ഇതൊന്നും വീഡിയോ എടുത്താ എനിക്ക്. അമേരിക്കക്ക് പോവുകയാണ്. പോയി വരുമ്പോ വലിയൊരു മീൻ കൊണ്ടുവരും. അമ്മേ, കരുത്തുമ്മ പിടിച്ചവളാണോ? സത്യൻ മാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തിന് പവർഫുൾ ആയിട്ട് ഒരു നാടകം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ജയൻ. മൺമറഞ്ഞു പോയ ജയന്റെ സൗണ്ട് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. What do you see? Maybe we are poor, coolies, proud fellows, but we are not thuggers. If you dare to say one more, I will pull out your bloody tongue. Hold up. ആ തലമുറ കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറ, ശ്രീ എന്നൻപിള്ള അനശ്വരനാക്കിയ അഞ്ഞൂറ എന്ന കഥാപാത്രം. മഴകളോ താമര എന്റെ ഭാര്യലക്ഷ്മി, ഈ വരുന്ന മഹാലക്ഷ്മി എന്റെ കമ്പിക്കുന്നത് കൊണ്ട് പട്ടഞ്ഞ മരിച്ചത് മഴകളോ. അടുത്തായി ശ്രീ ഇന്ദ്രൻസിന്റെ സൗണ്ട് എടുക്കാൻ ശ്രമിക്കും. സമയപരിധി മൂലം 2 സ്റ്റാറോട് ചെയ്യാണ്. അത് മലയാളിയല്ല, തമിഴിൽ നിന്നാണ്. തമിഴിലെ പവർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ശ്രീ വിജയുടെ സൗണ്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. തമിഴിലെ നായകൻ മാത്രം പോലെ വില്ലനും വേണ്ടേ? സിംഗം സിനിമ കണ്ടവർക്ക് തമിഴിലൊരു സ്റ്റാർ ഉണ്ട്, മൊട്ട രാജേന്ദ്രൻ. മൊട്ടയെ കഴിച്ചൊരു വില്ലനുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് കൊണ്ട് താടി പോലും മാപ്പിളെ. താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്നു. അവസാനം